ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരുടെ യോഗം വിളിച്ചിട്ട് ഒരാഴ്ചയിലധികമായി. 26-ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയും 27-ന് പയ്യന്നൂരിൽ ഈ പ്രവർത്തക യോഗവും തീരുമാനിച്ചിട്ട് കുറച്ചു കാലമായി. പാർട്ടി ഇത്തരമൊരു ഗൗരവമായ ആലോചന നടത്തുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവർത്തക യോഗം വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ സെക്രട്ടേറിയറ്റോ നാളത്തെ ജില്ലാ കമ്മിറ്റിയോ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നേരത്തെ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 27-ാം തീയതി പയ്യന്നൂരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവർത്തക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൻ്റെ വിവരം എൻ്റെ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായും ഞാൻ കാണുന്നില്ല. കാരണം പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിക്കകത്തുന്നയിക്കാൻ സന്നദ്ധമായത്. പാർട്ടിക്കകത്തുന്നയിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയാൻ സന്നദ്ധമായത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ലേ പറഞ്ഞത്. 5 വർഷമായി ഇതിൻ്റെ മേലെ നീതി ലഭിച്ചില്ല എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് പിന്നെ വളച്ചു കെട്ടൊന്നുമില്ല. ഈ നടപടിയെടുത്ത് വിശദീകരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ വിശദീകരിക്കുന്ന അതേ യോഗത്തിൽ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല, ഇത് സത്യസന്ധമായ ഒരു കാര്യമല്ല എന്ന് പറയുകയും ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന തീരുമാനം അവിടെ പാർട്ടിയെ ഞാൻ അറിയിച്ചതുമാണ്. അന്ന് തന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറിയിരുന്നു. 8 മാസക്കാലം ഞാൻ ഒരു പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് പുതുതായി ഉന്നയിക്കുന്ന ഒരു വിഷയമേ അല്ല. ഒരിക്കൽ തീരുമാനിച്ച് വിശദീകരിച്ചു എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാട് പറയുന്നതാണ്. പക്ഷേ ആ തീരുമാനം സത്യസന്ധമായിരിക്കണ്ടേ, വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ. അതല്ല എന്നുള്ളതാണ് അന്നും ഇന്നും എൻ്റെ ബോധ്യം. അല്ല, അതെങ്ങനെയാണെന്നത് കാലം തീരുമാനിക്കും. അതിൽ ഞാൻ പറഞ്ഞു, ഈ പാർട്ടി ഒഴികെ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മിക്കവാറും ഈ മാസം 29-ാം തീയതി പ്രസിദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പുറത്തിറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ട് 100 പേജുള്ള ഒരു പുസ്തകമാണ്. 100 പേജുള്ള ഒരു പുസ്തകമാണ്. അതിൽ ഇത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. കൂടുതൽ അതിൽ കുറച്ചുകൂടി ഇതിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ഇത് പയ്യന്നൂരിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ ഒരു അനിവാര്യത തന്നെയായിരുന്നു, ഇനി മറ്റൊരു സമയമില്ല എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും ചിന്തിക്കുന്നത്? കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാണ്ടേ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേത് ചിലപ്പോൾ ബംഗാളാകാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ബംഗാളിലൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. കേരളത്തിലാകെ അസംതൃപ്ത വിഭാഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്നതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ആ പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയാൽ കേരളവും ഒരു ബംഗാളാകും എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലല്ലോ. വോട്ടിംഗ് ശതമാനം 2 അക്കത്തിൽ താഴെയാണല്ലോ, 1 അക്കാണല്ലോ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം. കേരളത്തിലെ പാർട്ടി അങ്ങനെ ആകാൻ പാടില്ല എന്ന ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഇത്തരം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.